കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള ഏത് ചർച്ചകളിലും കേൾക്കാം. വളരെ ഫ്ലെക്സിബിളായ പാർട്ടിയാണ്. പാർട്ടി ഫ്ലെക്സിബിളാണ്. പക്ഷേ നേതാക്കന്മാരാണെങ്കിൽ കോലൊടിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ അവർക്ക്. അല്ലാതെ അനുനയത്തിൻ്റെയും സമവായത്തിൻ്റെയും പരിപാടി നേതാക്കന്മാർക്കില്ല. അവർ ഒരാൾ ഇടത്തോട്ട് പോയാൽ ഒരാൾ വലത്തോട്ട് പോയിരിക്കും. അങ്ങനെയാണ് ആ പാർട്ടിയുടെ പിളർപ്പല്ല. അതുകൊണ്ടാണല്ലോ ഇത് പിളരും തോറും വളരും എന്നും മാണി സാറ് തന്നെ പറഞ്ഞു വെച്ചത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ്, കേരള കോൺഗ്രസിൻ്റെ ഈ സ്വഭാവം കൊണ്ട്. ഇത്തവണ പാർട്ടി കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് പിളർന്നേനെ. അത് ഈ പറഞ്ഞ 2 അല്ലെങ്കിൽ 3 MLA-മാരെയും കൊണ്ട് അത് വേറൊരു കഷണമായി മാറിയേനെ. അത്തരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ലഭിച്ചു. ഇത് ചർച്ച എന്നത് ഒരു തരത്തിലുമുള്ള ചർച്ച നടന്നിട്ടില്ല എന്നിവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. ലീഗ് പറഞ്ഞല്ലോ അങ്ങനെ ഔദ്യോഗികമായ ചർച്ച നടന്നിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഇത് എന്താണ് ഈ ഔദ്യോഗികമായ ചർച്ച? ഒരു പാർട്ടി ഒരു മുന്നണി മാറുന്നതിനകത്ത് അങ്ങനെ ഔദ്യോഗികമായിട്ട് മേശയ്ക്ക് വട്ടം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് മുന്നണി മാറുന്ന സ്ഥിതിവിശേഷം എപ്പോഴേലും ഉണ്ടാവാറുണ്ടോ കേരളത്തിൽ ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ അവർ മുന്നണി മാറാൻ തീരുമാനിച്ച് അതങ്ങ് പ്രഖ്യാപിച്ച് അനൗൺസ് ചെയ്തല്ലേ കേരള കോൺഗ്രസ് എന്ന് പോയത്. അതുപോലെ ഈ എത്രയോ പാർട്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നു. ജനതാദളിൻ്റെ പാർട്ടികൾ പല കഷണമായി പിരിഞ്ഞ് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ കണ്ടതല്ലേ. അതിനൊക്കെ വേറെ പ്രത്യേകം ചർച്ചകൾ നടത്തിയിട്ടാണോ? ഔദ്യോഗിക ചർച്ചകൾ വേറെ നടന്നിട്ടാണോ? അല്ലല്ലോ. മാണി സാർ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ആലോചിച്ചത് ഔദ്യോഗികമായ ചർച്ചയുടെ ഭാഗമായിട്ടാണോ? അതിനെ തന്ത്രപരമായി ഉമ്മൻചാണ്ടി വെട്ടിക്കളഞ്ഞത് ഏതെങ്കിലും ഔദ്യോഗിക ചർച്ചയുടെ ഭാഗമായിട്ടാണോ? അപ്പോൾ ഇതിനൊന്നും ഔദ്യോഗിക ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസിൽ എല്ലാവരെയും സംബന്ധിച്ചല്ല, ജോസ് കെ മാണി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് UDF-ൽ പോകുന്നത് തന്നെയാണ് ഗുണം. അതിനകത്തും സംശയമൊന്നുമില്ല. ഇനി കേരള കോൺഗ്രസ് UDF-ലേക്ക് വരുന്നത് തന്നെയാണ് ഗുണം. ഇതാണ് വസ്തുത. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം LDF-ന് ഈ പറഞ്ഞ ചെറിയ തോതിലുള്ള ചില സഹായങ്ങളൊക്കെ കിട്ടും. പിന്നെ LDF-ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ ഒരു പൊതുവികാരം നിലനിൽക്കുന്നത് എന്താണ്? ന്യൂനപക്ഷങ്ങൾ LDF-നോട് അകന്നു പോകുന്നു എന്നുള്ളത് ഒരു നിൽക്കുമ്പോൾ സ്വയം അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കൂടി ക്രൈസ്തവരുടെ വലിയ പിന്തുണയുള്ള കേരള കോൺഗ്രസ് പാർട്ടി LDF-നൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളത് LDF-ന് അറിയാം. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലതറിയാം. എന്നാൽ കേരള കോൺഗ്രസിന് ഈ LDF വിട്ട് UDF-ലേക്ക് പോയാലും LDF-ന് വേറൊരു തരത്തിൽ ലാഭമാണ്. കാരണം ജയിക്കാൻ പറ്റുന്ന 1-2 സീറ്റുകൾ CPM-ൻ്റെ കയ്യിലേക്ക് കിട്ടും. അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ പെരുമ്പാവൂർ സീറ്റ് CPIM വേണമെങ്കിൽ സാജു പോളൊക്കെ ജയിച്ചു വന്നുകൊണ്ടിരുന്ന സീറ്റാണ്. അത് കേരള കോൺഗ്രസ്സാണ് അവിടെ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് മത്സരിച്ച് കഴിഞ്ഞ തവണ പരാജയപ്പെടുക ചെയ്തത്. അവിടെ മികച്ചൊരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാൻ പോലും കേരള കോൺഗ്രസിന് പറ്റിയില്ല.